മുംബൈയിൽ പണം ഇരട്ടിപ്പിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് 20 ലക്ഷം രൂപ തട്ടി പൂജ നടത്തി പണം ഇരട്ടിപ്പിക്കാം എന്ന വ്യാജ മന്ത്രവാദിയുടെ തട്ടിപ്പിന് ഇരയായത് അഭിഭാഷകൻ. ശ്രീനാഥ് ചന്ദ്രൻ ചേരുന്നുണ്ട് മുംബൈയിൽ നിന്ന് വിവരങ്ങളുമായി. ശ്രീനാഥ്, അത്ഭുതം തോന്നുന്നു, അഭിഭാഷകനെയൊക്കെ ഇങ്ങനെ മന്ത്രവാദത്തിന്റെ പേരിൽ പറ്റിക്കാൻ കഴിഞ്ഞോ? കൗതുകകരമാണ്. അതേസമയം തന്നെ ഒരു അഭിഭാഷകന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്നൊക്കെ കേൾക്കുമ്പോൾ അതിലൊരു ഞെട്ടലുമുണ്ട്. മുംബൈയിലെ മീര റോഡിലുള്ള അഭിഭാഷകനാണ് പണം നഷ്ടമായത്. ഇയാൾ മുൻപ് കാശിയിലേക്ക് ഒരു യാത്ര പോയിരുന്നു. അവിടെ വെച്ച് ഒരു സ്വാമിയെ പരിചയപ്പെടുന്നു. ആ സ്വാമി വഴിയാണ് പ്രേം സിംഗ് എന്നൊരു മറ്റൊരു തട്ടിപ്പ് സ്വാമിയെക്കുറിച്ചുള്ള വിവരം ഇയാൾക്ക് ലഭിക്കുന്നത്. 40-കാരനായ പ്രേം സിംഗ് പിന്നീട് ഇയാൾക്ക് നിരന്തരം ഉപദേശങ്ങൾ നൽകുന്ന ആളായി മാറുകയും ചെയ്തു. അങ്ങനെയാണ് തനിക്ക് പണം ഇരട്ടിക്കാൻ കഴിയും, അത്തരത്തിലുള്ള മന്ത്രങ്ങളൊക്കെ തനിക്ക് അറിയാം എന്നീ അഭിഭാഷകനെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നത്. ധർമ്മവീർ ത്രിപാഠി എന്നതാണ് ഈ അഭിഭാഷകന്റെ പേര്. പിന്നീട് നവി മുംബൈയിലെ ബേലാപൂരിലുള്ള ഒരു ഫ്ളാറ്റിലേക്ക് ധർമ്മവീറിനെ കുടുംബസമേതം ഈ മന്ത്രവാദി വിളിച്ചു വരുത്തി. അവിടെ ഭാര്യയും മകനോടുമൊപ്പമാണ് 20 ലക്ഷം രൂപ ഒരു ബാഗിലാക്കി ഇയാൾ എത്തുന്നത്, അഭിഭാഷകൻ എത്തുന്നത്. പിന്നീട് അവിടെ ദൈവങ്ങളുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ ഈ ബാഗ് വെച്ച് പൂജ തുടങ്ങുകയും ചെയ്തു. ഈ സമയം അഭിഭാഷകനെയും ഭാര്യയെയും മകനെയും ഒക്കെ ഈ ഫ്ളാറ്റിലെ ഒരു മുറിയിലേക്ക് ഈ മന്ത്രവാദി മാറ്റിയിരുന്നു. 15 മിനിറ്റോളം ഈ മുറിയിലിരുന്ന് നിങ്ങൾ മന്ത്രങ്ങൾ ഉച്ചരിക്കൂ, അപ്പോഴേക്കും ഈ പണം ഇരട്ടിക്കും എന്നതായിരുന്നു ഈ മന്ത്രവാദി പറഞ്ഞത്. ഇത് വിശ്വസിച്ച് ഈ അഭിഭാഷകനും കുടുംബവും ഈ മുറിക്കകത്ത് 15 മിനിറ്റോളം ഇരുന്ന് മന്ത്രങ്ങൾ ഉച്ചരിക്കുകയും ചെയ്തു. പിന്നീട് പുറത്തിറങ്ങി നോക്കുമ്പോഴാണ് സ്വാമിയുമില്ല, പണവുമില്ല എന്ന കാര്യം മനസ്സിലായത്. അങ്ങനെയാണ് പോലീസിൽ പരാതി നൽകുകയും ചെയ്തത്. അഭിഭാഷകർക്ക് തന്നെ വലിയ നാണക്കേടുണ്ടാക്കുന്ന ഒരു സംഭവമാണ്. തട്ടിപ്പിന്റെ മറ്റൊരു രീതിയാണ് ഇത്. അതെ, ഓൺലൈൻ തട്ടിപ്പുകൾക്കെതിരെയൊക്കെ ബോധവൽക്കരണവും മുന്നറിയിപ്പുകളും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലം കൂടിയാണ്. അത് സാങ്കേതികത ഉപയോഗിച്ച് അപ്പോഴാണ് ഇത്തരത്തിലൊരു വാർത്ത വരുന്നത്. ഇതൊരു സിനിമാ കഥയെ വെല്ലുന്ന വാർത്തയായി മാറുകയാണ്. ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങളുമായി മുംബൈയിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്.